ഈ സോണിയാഗാന്ധിയുടെ വിഷയത്തിൽ MA ബേബി പോലും പറഞ്ഞിട്ടുള്ളത് സോണിയാഗാന്ധി സമുന്നതയായ നേതാവാണ്. അപ്പോൾ അവർ അങ്ങനെ ഒരു കാര്യത്തിന് കൂട്ടുനിൽക്കും, അങ്ങനെ ഒരു കാര്യം ചെയ്യുമെന്ന് കരുതുന്നില്ല എന്നാണ്. ഇന്നിപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത് അതാണ്. ഒരു കളങ്കിതനെ വീട്ടിൽ വിളിച്ചു കയറ്റാൻ സോണിയാഗാന്ധി തയ്യാറാകുമെന്ന് ഞാൻ കരുതുന്നില്ല. അതേ സംഭവമാണ് എനിക്കും സംഭവിച്ചതെന്നാണ്. അപ്പോൾ MA ബേബിയുടെയും കടകംപള്ളിയുടെയും ഒരു നിലപാടല്ലേ മന്ത്രി വി ശിവൻകുട്ടിക്ക്? ഇക്കാര്യത്തിൽ ആര് പറയുന്നതാണ് ശരി? ദിവ്യ, ഓരോരുത്തർക്കും അവരവരുടെ കാര്യങ്ങൾ പറയാൻ അവസരം കിട്ടിയാൽ അത് മാന്യമായിട്ടാണെങ്കിൽ എത്ര വേണമെങ്കിലും മറുപടി പറയാം. അതല്ലെങ്കിൽ നിങ്ങളുടെ ചർച്ചയിൽ തുടരില്ല. അത് ഞാൻ ആദ്യമേ പറയുകയാണ്. നിങ്ങൾ നാട്ടിൽ ഏറ്റവും മോശമായിട്ട് സംസാരിക്കുന്ന ആരെങ്കിലുമൊക്കെ വിളിച്ചുകൊണ്ടിരുത്തി ഞങ്ങളെപ്പോലുള്ളവരെ ചീത്ത വിളിക്കാനായിട്ടുള്ള ചർച്ച നടത്തുന്നതെങ്കിൽ ആ ചർച്ചയിൽ ഞങ്ങളിരിക്കില്ല. നിങ്ങൾ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾ നാട്ടിൽ ജനങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവാൻ വേണ്ടിയുള്ള ആളുകളെ കൊണ്ടിരുത്തിയാൽ അത് എന്താക്ഷേപം ഞങ്ങൾക്കെതിരെ പറഞ്ഞാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷേ അല്ലാതെ വ്യക്തിപരമായി തെറി വിളിക്കാനും സോണിയാഗാന്ധിയെ, പോളണ്ടിനെ കുറിച്ച് പറയാൻ പാടില്ല എന്ന് പറയുന്ന പോലെ സോണിയാഗാന്ധിയെക്കുറിച്ച് പറയാൻ പാടില്ല. പിണറായിയെ പറയാം, പിണറായിയുടെ മകളെ പറയാം, പിണറായിയുടെ ഭാര്യയെ പറയാം, പിണറായിയുടെ അയലത്തുള്ളവരെ പറയാം. അതൊക്കെ ഞങ്ങളുടെ അവകാശമാണ്. ഞങ്ങൾ ചീത്ത വിളിക്കും നിങ്ങളെ. വീണ്ടും ഇടപെടുക. അദ്ദേഹം സംസാരിക്കത്തില്ല, സമ്മതിക്കത്തില്ല. അദ്ദേഹം സമ്മതിക്കില്ല സംസാരിക്കാൻ. ഞാൻ പറഞ്ഞില്ലേ, മറ്റ് അതിഥികൾ കൂടിയുണ്ട്. പി കെ ഗോപൻ, താങ്കൾക്ക് മറുപടി പറയാം. ഒരു നിമിഷം, ഞാൻ റിജിലേക്ക് വരാം. ഇല്ല, ഞാൻ പറയാം. ശരി, നമുക്ക് എന്തായാലും മാന്യമായി തന്നെ നമുക്ക് ഈ ചർച്ച പൂർത്തിയാക്കേണ്ടതുണ്ട്. ദയവ് ചെയ്ത് രണ്ടുപേരും സഹകരിക്കണം. നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റുമോ? നിയന്ത്രിക്കും. യെസ്, ഞാൻ പറയുന്നുണ്ട് ശ്രീ പി കെ ഗോപൻ. യെസ് റിജിൽ, ഒരു നിമിഷം. ശ്രീ പി കെ ഗോപൻ, പൂർത്തിയാക്കാൻ താങ്കൾക്ക്. പറഞ്ഞിട്ട് കാര്യമില്ല ദിവ്യ. പിണറായിയെ പറയുമ്പോൾ ഞങ്ങൾ കേട്ടോണ്ടിരിക്കണം. കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ പറയുമ്പോൾ CPM കേട്ടോണ്ടിരിക്കണം. ഞങ്ങളുടെ സോണിയാഗാന്ധിയെ പറഞ്ഞാൽ ഞങ്ങൾ കേട്ടോണ്ടിരിക്കത്തില്ല. ഇത് വെള്ളരിക്കാപ്പട്ടണമാണോ ദിവ്യ? ഇത് അല്ല, ഇത് വെള്ളരിക്കാപ്പട്ടണമാണോ? പിണറായി വിജയനെ പറഞ്ഞാൽ നിങ്ങൾ കേട്ടോണ്ടിരിക്കണം. സോണിയാഗാന്ധിയെ പറഞ്ഞാൽ ഞങ്ങൾ സമ്മതിക്കില്ല. അതൊക്കെ കയ്യിൽ വെച്ച് മടക്കി നമുക്ക് ഇതിന്റെ എല്ലാ വശങ്ങളിലേക്കും പോകേണ്ടതുണ്ട്. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? അല്ലല്ല, നിങ്ങൾ അയാളെ സംസാരിക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫോട്ടോ വന്നപ്പോ ആ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ നിന്ന് അടിച്ചുമാറ്റിയ സ്വർണം പിണറായി വിജയന്റെ വീട്ടിൽ വെച്ചെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. താങ്കൾ എന്തടിസ്ഥാനത്തിലാണ് സോണിയാഗാന്ധിയുടെ മകളുടെ ഭർത്താവിന് ആന്റി കച്ചവടം ഉണ്ടെന്ന് താങ്കൾ എന്തടിസ്ഥാനത്തിലാണ് പറഞ്ഞത്? അത് കേൾക്കാൻ പറ്റുമോ? നമുക്ക് അതിനുള്ള മറുപടി ശ്രീ പി കെ ഗോപൻ പറയട്ടെ. നോക്കൂ, ഈ ആരോപണങ്ങൾക്ക് പിന്നിൽ നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളത്, എന്ത് തെളിവാണുള്ളത് ശ്രീ പി കെ ഗോപൻ? വോട്ട് ജയിച്ചു വന്നത് ആ നാട്ടുകാർക്ക് എന്റെ ഭാഷ അറിയാം കേട്ടോ. അമ്മാതിരി വർത്താനം ഇങ്ങോട്ട് വേണ്ട. ശ്രീ പി കെ ഗോപൻ, താങ്കൾക്ക് പറയാം. നിങ്ങൾക്ക് ഇടപെടാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് അതിനുള്ള ശേഷിയില്ല. ഞാൻ ഇടപെടുന്നുണ്ട്, താങ്കൾ നിങ്ങളുടെ ചാനലിൽ വന്നിരുന്ന് ഞങ്ങൾ ചർച്ചയെ പങ്കെടുക്കുമ്പോൾ തടസ്സപ്പെടുത്താൻ കുറച്ച് ഗുണ്ടകളെ കൊണ്ടിരുത്തുകയാണ്. ആ ഗുണ്ടകളെ ഇരുത്തി നിങ്ങൾ ചർച്ച ചെയ്താൽ മതി. ചാനൽ ബഹിഷ്കരിക്കുന്നില്ല. വിളിക്കാൻ അറിയാഞ്ഞിട്ടൊന്നല്ല. ഗുണ്ട എന്ന് പറയുന്ന ഭാഷ, അതിനേക്കാളും വലിയ വർത്തമാനം പറയാൻ എനിക്ക് അറിഞ്ഞിട്ടല്ല. താൻ ഗുണ്ടയാണോ? താൻ ഗുണ്ടാപ്പണിയാണോ എടുക്കുന്നത്?